ലൈവ് വത്തിക്കാൻ നോട്ടീസിലേക്ക് സ്വാഗതം. ഞാൻ സിസിലി ജോൺ. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയിൽ ആദ്യമായി ഒരു മാർപ്പാപ്പയുടെ ശബ്ദം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിവേകത്തോടെ ഉപയോഗിക്കണമെന്ന് മാർപ്പാപ്പയുടെ ഓർമ്മപ്പെടുത്തൽ. പിയൂസ് 12 മാർപ്പാപ്പയുമായി നടത്തിയ ഐതിഹാസികമായ കൂടിക്കാഴ്ചയുടെ ഓർമ്മ പുതുക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയെ സന്ദർശിച്ച് ഐറിഷ് റെജിമെന്റ്. പാപ്പായുമായുള്ള കൂടിക്കാഴ്ച ഔദ്യോഗിക ജീവിതത്തിൽ അവിസ്മരണീയ അനുഭവമെന്ന് ജനറൽ വെയർ. ചിരി, സ്വാർത്ഥതയ്ക്കും വ്യക്തി മഹാത്മ്യവാദത്തിനുമുള്ള മറുമരുന്ന്. അന്താരാഷ്ട്ര ഹാസ്യ നടീനടന്മാരും കോമിക് കലാകാരന്മാരുമായി കൂടിക്കാഴ്ചയിൽ മാർപ്പാപ്പ. ആയിരിക്കുന്നിടത്തെല്ലാം സുവിശേഷത്തിന്റെ വിത്ത് വിതയ്ക്കുക, ഫലം പുറപ്പെടുവിക്കുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഞായറാഴ്ച സന്ദേശം. ഇനി വാർത്തകൾ വിശദമായി. G7 ഉച്ചകോടിയിൽ ആദ്യമായി ഒരു മാർപ്പാപ്പയുടെ ശബ്ദം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന സാങ്കേതിക വിദ്യ വിവേകത്തോടെ ഉപയോഗിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി G7 ഉച്ചകോടിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ. മനുഷ്യൻ ജീവിക്കണോ മരിക്കണോ എന്ന് തീരുമാനിക്കുന്നത് യന്ത്രങ്ങളാകരുതെന്നും നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായ ഉപകരണങ്ങൾ നിരോധിക്കണമെന്നും മാർപ്പാപ്പ ഉച്ചകോടിയിൽ ആവശ്യപ്പെട്ടു. ഒരേ സമയം ഭയപ്പെടുത്താനും ആകർഷിക്കാനും കഴിയുന്ന നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നത് പുനർവിചിന്തനം ചെയ്യണം. സായുധ പോരാട്ടങ്ങൾ ദുരന്തം വിതയ്ക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് AI നിയന്ത്രിക്കുന്ന ആയുധങ്ങൾ വികസിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതും പുനർവിചിന്തനം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് പാപ്പ മുന്നറിയിപ്പ് നൽകിയത്. മനുഷ്യന്റെ ജീവൻ അപഹരിക്കാനായി ഒരു യന്ത്രത്തെയും ഒരിക്കലും അനുവദിക്കരുത്. മറിച്ചാണെങ്കിൽ മനുഷ്യരാശിയെയും മാനുഷിക അന്തസ്സെന്ന സങ്കല്പത്തെയും ഇരുട്ടിലാക്കുമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഉച്ചകോടിയിൽ നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട സെഷനിലാണ് മാർപ്പാപ്പ ഭാഗമായത്. ഇതാദ്യമായാണ് ഒരു മാർപ്പാപ്പ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. 80 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കൂടിക്കാഴ്ചയുടെ ഓർമ്മ പുതുക്കി ഫ്രാൻസിസ് മാർപ്പാപ്പയെ സന്ദർശിച്ച് ഐറിഷ് റെജിമെന്റ് പ്രതിനിധികൾ. റോമിനെ നാസികളിൽ നിന്ന് മോചിപ്പിച്ചതിന്റെ 8ാം ദിവസമാണ് ബ്രിട്ടീഷ് ആർമിയുടെ 38ാം ബ്രിഗേഡിൽ നിന്നുള്ള ഏതാനും സൈനികർ 12ാം പിയൂസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഐറിഷ് റെജിമെന്റിന്റെ ഇപ്പോഴത്തെ മേധാവി മേജർ ജനറൽ കോളിൻ വെയർ വത്തിക്കാൻ ന്യൂസിനോട് ഇരു കൂടിക്കാഴ്ചകളെ കുറിച്ചും ഉള്ള വിശദീകരണങ്ങൾ നൽകി. ഐറിഷ് റെജിമെന്റിന്റെ ചരിത്രത്തിലെ ഐതിഹാസികമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു പിയൂസ് 12 മാർപ്പാപ്പയുമായി അന്ന് നടത്തിയതെന്ന് ജനറൽ വെയർ അനുസ്മരിച്ചു. 1944 ജൂൺ 4-നായിരുന്നു റോം നാസികളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടത്. അന്ന് വത്തിക്കാനിലുണ്ടായിരുന്ന ഐറിഷ് പുരോഹിതരാണ് പിയൂസ് പാപ്പയുമായി കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കിയത്. നഗരത്തിന്റെ വടക്ക് ഭാഗത്ത് അപ്പോഴും സജീവമായിരുന്ന യുദ്ധത്തിൽ മുൻനിരയിൽ തന്നെയായിരുന്നു സൈന്യം. അതിനാൽ പരിശുദ്ധ പിതാവിനെ സന്ദർശിക്കാൻ ഒരു ചെറിയ സംഘത്തെ മാത്രമാണ് യുദ്ധമേഖലയിൽ നിന്ന് പിൻവലിച്ചത്. കത്തോലിക്കരായ അംഗങ്ങളെ മാത്രം സംഘത്തിൽ ഉൾപ്പെടുത്താനാണ് ബ്രിഗേഡിന്റെ അന്നത്തെ കമാൻഡർ ആദ്യം തീരുമാനിച്ചിരുന്നതെങ്കിലും പ്രൊട്ടസ്റ്റന്റുകാരായ അംഗങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് ഇരുകൂട്ടരും ഉൾപ്പെടുന്ന ഒരു പ്രതിനിധി സംഘത്തെയാണ് അന്ന് മാർപ്പാപ്പയെ സന്ദർശിക്കാൻ അയച്ചതെന്നും മേജർ ജനറൽ വെയർ പറഞ്ഞു. തന്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ഒരു അനുഭവമായിട്ടാണ് ഇതിനെ കാണുന്നതെന്ന് വെയർ ജനറൽ കൂട്ടിച്ചേർത്തു. ചിരി, സ്വാർത്ഥതയ്ക്കും വ്യക്തി മഹാത്മ്യവാദത്തിനുമുള്ള മറുമരുന്നാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. ജൂൺ 14 വെള്ളിയാഴ്ച വത്തിക്കാനിൽ അന്താരാഷ്ട്ര ഹാസ്യ നടീനടന്മാരും കോമിക് കലാകാരന്മാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പാപ്പ സാമൂഹിക പ്രതിബന്ധങ്ങൾ തകർത്ത് പങ്കുവെക്കലിലേക്ക് നയിക്കുന്ന ചിരി, സ്വാർത്ഥതയ്ക്കും വ്യക്തി മഹാത്മ്യവാദത്തിനുമുള്ള മറുമരുന്നാണെന്ന് അഭിപ്രായപ്പെട്ടത്. വത്തിക്കാന്റെ വിദ്യാഭ്യാസത്തിനും സംസ്കാരത്തിനുമായുള്ള ഡിക്കാസ്ട്രിയും ആശയവിനിമയത്തിനായുള്ള ഡിക്കാസ്ട്രിയും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ 100-ലധികം ഹാസ്യ നടീനടന്മാർ വത്തിക്കാനിൽ ഒത്തുചേർന്ന വേളയിലായിരുന്നു പാപ്പ ഇത് അഭിപ്രായപ്പെട്ടത്. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും അന്തരീക്ഷം വളർത്തിക്കൊണ്ട് കത്തോലിക്ക സഭയും ഹാസ്യ കലാകാരന്മാരും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കുക എന്നതാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്. ചിരി സാമൂഹിക പ്രതിബന്ധങ്ങൾ തകർക്കുകയും വ്യക്തികൾ തമ്മിൽ ബന്ധം സൃഷ്ടിക്കുകയും ചെയ്യും. ബുദ്ധിയുള്ള മനുഷ്യൻ സാംസ്കാരിക കഴിവുകൾ വളർത്തുന്നവൻ കൂടിയാണ്. തോമസ് മൂറിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് എല്ലാ ദിവസവും കർത്താവെ എനിക്ക് നർമ്മബോധം തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നയാളാണ് താനെന്ന് അവരോട് പങ്കുവെച്ച പാപ്പ ഇതാണ് ശരിയായ രീതിയിൽ കാര്യങ്ങൾ എടുക്കാൻ തന്നെ സഹായിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. ഇനി മാർപ്പാപ്പയുടെ ഞായറാഴ്ച സന്ദേശം. വിശ്വാസത്തിൽ വളരാനും പക്വതയാർജിക്കാനും നമ്മെ നിരന്തരം സഹായിക്കുന്നത് കർത്താവിന്റെ വചനവും അവിടുത്തെ കൃപയുമാണെന്ന് മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തി. നിശബ്ദതയിൽ വിതയ്ക്കപ്പെട്ട് മുളയെടുക്കുന്ന വിത്ത് നിരന്തരം വളരുകയും പാകമാകുകയും ചെയ്യുന്നത് പോലെയാണ് ദൈവരാജ്യം എന്ന് പാപ്പ പറഞ്ഞു. വചനത്തിന്റെയും കൃപയുടേതുമായ നല്ല വിത്തുകൾ കർത്താവ് നമ്മിൽ സമൃദ്ധമായി വിതച്ച് ക്ഷമയോടെ കാത്തിരിക്കുകയും എപ്പോഴും നമ്മോടൊപ്പം ആയിരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ വളർച്ചയെക്കുറിച്ച് ഒരു പിതാവിന്റെ ശുഭപ്രതീക്ഷയാണ് അവിടത്തേക്കുള്ളത്. വളർച്ച പ്രാപിക്കാനും സൽപ്രവൃത്തികളാവുന്ന ഫലങ്ങൾ കായ്ക്കാനും അവിടുന്ന് നമുക്ക് സമയം തരുന്നു. നാം എവിടെയായിരുന്നാലും അവിടെയെല്ലാം ആത്മവിശ്വാസത്തോടെ സുവിശേഷത്തിന്റെ വിത്ത് വിതയ്ക്കണമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു.
അത് വളരുകയും നമ്മിലും മറ്റുള്ളവരിലും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കുകയും വേണം, മാർപ്പാപ്പ പറഞ്ഞു. ശുഭാപ്തി വിശ്വാസത്തോടെയുള്ള ക്ഷമ വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഉടൻ തന്നെ ഫലം കണ്ടില്ലെങ്കിലും നാം നിരുത്സാഹപ്പെടരുത്. അദൃശ്യമായ ഒരു അത്ഭുതം സദാ പ്രവർത്തനക്ഷമമാണെന്ന് നാം വിശ്വസിക്കണം. അങ്ങനെയെങ്കിൽ യഥാകാലം സമൃദ്ധമായ വിളവ് ലഭിക്കുക തന്നെ ചെയ്യുമെന്നും മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. ഇതോടുകൂടി ഇന്നത്തെ വത്തിക്കാൻ നോട്ടീസ്യ ഇവിടെ അവസാനിക്കുന്നു. വത്തിക്കാൻ നോട്ടീസ്യ വീണ്ടും അടുത്തയാഴ്ച.